ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ. കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ഷോപ്പിൽ പാനിപൂരിയുടെ കിറ്റ് കണ്ടപ്പോൾ എൻ്റെ മോനെ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതാണ് ഈ ഒരു കിറ്റ്. എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു പാനിപൂരി. എന്നാൽ ഈ ഒരു ഇൻസ്റ്റൻറ്റ് പാനിപൂരി വാങ്ങിച്ച് ഏറ്റവും കൂടുതൽ കഴിച്ചത് ഞാനാണേ. നെക്സ്റ്റ് ടൈം ആ ഷോപ്പിൽ പോയപ്പോൾ വീണ്ടും ഞാനൊരു കിറ്റ് കൂടെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് റെഡിയാക്കുമ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇത് ആച്ചിയുടെ പാനിപൂരി കിറ്റാണേ. പുറത്തൊക്കെ പോകുമ്പോൾ പാനിപൂരി കഴിക്കാൻ ചിലർക്കൊക്കെ മടിയായിരിക്കും അല്ലേ. എന്നാൽ എളുപ്പത്തിൽ തന്നെ ഹൈജീനായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. 45 രൂപയാണ് കേട്ടോ ഈ ഒരു കിറ്റിൻ്റെ വില. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാക്കിൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കിറ്റിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. 4 ഐറ്റംസ് ആണ് കേട്ടോ ഈ കിറ്റിനകത്തുള്ളത്. 24 പാനിപൂരി നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം. സ്വീറ്റ് ടമറിൻ്റെ ഡേറ്റ്സ് ചട്നി, പാനിപൂരി പെലറ്റ്സ്, സീസണിങ്, മിൻറ്റ് പാനി പൗഡർ. ഇത് കൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ഉരുളക്കിഴങ്ങും സവാളയും മല്ലിയിലയുമാണ്. ഉരുളക്കിഴങ്ങ് 2 ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സീസണിങ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള പൗഡറാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ എരിവ് നോക്കി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി മിൻറ്റ് പാനി റെഡിയാക്കാനായിട്ട് 250 ml വെള്ളത്തിലേക്ക് ഇത് മുഴുവനായിട്ടും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഇതുകൂടെ മാറ്റി വെക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു ബൗൾ എടുത്ത് ടമറിൻ്റെ ഡേറ്റ്സ് ചട്നി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 ഐറ്റംസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പൂരി റെഡിയാക്കിയെടുക്കാം. ഇതിൽ 24 പൂരിയാണേ ഉള്ളത്. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ പൂരി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് 2 സൈഡും നല്ലപോലെ പൊങ്ങി വരിക. ഇത് നല്ലപോലെ പൊന്തി ബോൾ പോലെ ആയി വരും. പൂരി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊട്ടറ്റോ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് മുകളിൽ ഡേറ്റ്സ് ചട്നി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മിൻറ്റ് പാനി കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പാനിപൂരി റെഡി. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനിപൂരിയാണേ. ഇതുവരെ പാനിപൂരി കഴിക്കാത്തവരും ഇനി പാനിപൂരി ഇഷ്ടമില്ലാത്തവരും ഈ പാനിപൂരി ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളും പാനിപൂരി ഫാനായി മാറും. മിൻറ്റ് പാനി നമ്മൾ പാനിപൂരി കഴിക്കാൻ നേരം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നേരത്തെ ഒഴിച്ചു വെച്ചിരുന്നാൽ പൂരി സോഫ്റ്റായിട്ട് പൊട്ടിപ്പോകും. ഈ ഒരു പാനിപൂരി റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.